കാലങ്ങൾ മാറി ഓർമ്മകൾ പൂത്തു, ജീവിത വഴികളിൽ കഥകൾ പിറന്നു. സാജൻ ചെമ്പഴയുടെ ഇന്നലെകൾ, മഴ നനഞ്ഞ ബാല്യത്തിന്റെ പാതകളിൽ സ്വപ്നം വിതച്ചൊരു യാത്രയായിരുന്നു. ഇന്നലകളുടെ ഇതൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന വേളാങ്കണ്ണി യാത്ര ആരംഭിക്കുകയാണ്. കറ്റാടത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വണ്ടിയിൽ കയറി. ലാസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്താണ് വണ്ടി വന്നത്. ഞങ്ങളും വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾക്ക് അനുവദിച്ച സീറ്റിലൊക്കെ ഞങ്ങൾ ഇരുന്നു. ആദ്യം കായംകുളം പള്ളി അതിക്കഴിഞ്ഞതിന് ശേഷം NH-47 അർത്തുങ്കൽ പള്ളിയിലേക്കാണ് യാത്ര ആരംഭിച്ചത്. അവിടെ നേർച്ചയിട്ട കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും വണ്ടി നേരെ മലയാറ്റൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പുലർച്ചെ ആണ് യാത്ര ആരംഭിച്ചത്. അങ്ങനെ മലയാറ്റൂർ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായി. അത് കഴിഞ്ഞ് വൈകുന്നേരത്താണ് മലയാറ്റൂർ മല കയറാനായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം മലയൊക്കെ കയറി ഇറങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് വണ്ടി പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പുനരാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാറ്റൂരെല്ലാം കയറി നേർച്ച കാഴ്ചകളൊക്കെ ഇടേണ്ടവരെല്ലാം ഇട്ട് പോകുന്നു. ഞങ്ങൾ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് പപ്പ മാത്രമേ മല കയറാനായിട്ട് പോയുള്ളൂ. ഞാനും അമ്മയും പെങ്ങളും എല്ലാം വണ്ടിയിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെയുള്ള കുറച്ച് രക്ഷകർത്താക്കളും കുട്ടികളൊക്കെ ഉണ്ട്. കാരണം പിള്ളേരെ കൊണ്ട് മല കയറാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു മഴ പെയ്തത് കൊണ്ട് തന്നെ മല കയറുമ്പോൾ വഴുക്കുള്ളത് കൊണ്ട് വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പ്രായമുള്ളവർ മാത്രമേ, മുതിർന്നവർ മാത്രമേ കയറിയുള്ളൂ. അത് കഴിഞ്ഞ് അവരെല്ലാം ഇറങ്ങി വന്നപ്പോഴത്തേന് 4-5 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ പ്രഭാതത്തിൽ എല്ലാവരും കുളിച്ച് നനച്ച് ഫ്രഷൊക്കെ ആയിട്ട് റൂമെടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം യാത്ര ആരംഭിക്കുക. അടുത്തത് മലമ്പുഴ, പാലക്കാട് മലമ്പുഴ കേന്ദ്രമാക്കിയാണ് യാത്ര പോകുന്നത്. അന്നത്തെ സ്റ്റേ മലമ്പുഴയാണ്. അതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാമും ഒക്കെ കാണാനായിട്ട് എല്ലാവരും കരുതി. മലമ്പുഴ ഗാർഡൻ, മലമ്പുഴ യക്ഷി, അങ്ങനെയൊക്കെ കുറച്ച് കാഴ്ചകൾ മലമ്പുഴയുണ്ട്. അതെല്ലാം കാണുവാനായിട്ടാണ് അങ്ങോട്ട് യാത്ര ആരംഭിക്കുന്നത്. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാമെന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.